Okay, dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡിൽ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിലെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി വെലോസിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പ്രോബ്ലമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രോബ്ലം ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. In a slider crank mechanism, the crank is 480 mm long and rotates at 20 radian per second in the counterclockwise direction. The length of connecting rod is 1.6 meter. When the crank turns 60 degree from the inner dead center, determine velocity of the slider and velocity of a point E located at a distance 450 mm on the connecting rod extended. Third question, position and velocity of a point capital F on the connecting rod having least absolute velocity. Fourth question, angular velocity of the connecting rod. Fifth question, velocities of rubbing at the pins of crankshaft, crank and crosshead having diameters 80, 60 and 100 mm respectively. ഇതുപോലൊരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏകദേശം ഒരു റഫ് ഫിഗർ ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ റഫ് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരക്കാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വരച്ച് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു റഫ് ഫിഗർ ഒന്ന് പ്ലോട്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാനൊരു റഫ് ഫിഗർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണ്. അപ്പോൾ ഒരു റഫ് ആയിട്ടുള്ള ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഞാൻ പ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം അതിലൊരു ഫിക്സഡ് ലിങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണ്. ഒരു ക്രാങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡ് ഉണ്ടാവും, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ലൈഡർ ഉണ്ടാവും. ഓക്കെ, ഇതൊരു നോർമൽ ടൈപ്പ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണ്. ഇവിടെ ഓഫ്സെറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ ബേസിക് ആയിട്ടുള്ള ഈ ലിങ്ക് ഫിക്സഡ് ആണ്. ഇതാണ് ക്രാങ്ക്. ഇതിനെ സെക്കൻഡ് ലിങ്ക് 2 എന്ന് പറയും, ഫിക്സഡ് ലിങ്കിനെ ലിങ്ക് 1 എന്ന് പറയും. അതുപോലെ തന്നെ ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്തതാണ് കണക്റ്റിംഗ് റോഡ് ലിങ്ക് 3. ദെൻ കണക്റ്റിംഗ് റോഡിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് സ്ലൈഡർ ആണ് ലിങ്ക് 4. അങ്ങനെ ടോട്ടൽ 4 ലിങ്ക്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഒരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്കിന്റെ വാല്യൂ, ക്രാങ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 480 mm ആണ്. 480 mm ആണ് ക്രാങ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.48 മീറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത് വന്നത് കണക്റ്റിംഗ് റോഡാണ്. കണക്റ്റിംഗ് റോഡ് 1.6 മീറ്റർ ആണ് ഗിവൺ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ക്രാങ്ക് ആംഗിൾ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ ക്രാങ്ക് ആംഗിൾ തന്നിട്ടുണ്ട്. ക്രാങ്ക് ആംഗിൾ തന്നത് 60 ഡിഗ്രി ആണ്. ഓക്കെ, പിന്നെ ഗിവൺ ആയിട്ടുള്ള ഒരു ഡാറ്റ എന്ന് പറഞ്ഞത് ആംഗുലാർ വെലോസിറ്റി ഓഫ് ക്രാങ്ക് ആണ്. ആംഗുലാർ വെലോസിറ്റി ഓഫ് ക്രാങ്ക് ആണ് തന്നിട്ടുള്ളത്. ക്രാങ്ക് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ 20 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 20 റേഡിയൻ പ്ലസ് സെക്കൻഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം വരക്കണം. അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷനും ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്. CCW, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എന്നുള്ള രീതിയിൽ ഗിവൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്, ഈ ഒരു ഫിഗർ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലറിയാം ക്രാങ്കിന്റെ വാല്യൂ 0.48 മീറ്റർ. 2 പറഞ്ഞ ലിങ്കിന്റെ വാല്യൂ 0.48 മീറ്റർ. 3 എന്ന് പറഞ്ഞ ലിങ്കിന്റെ വാല്യൂ 1.6. ഓക്കെ, അതുപോലെ തന്നെ 1ഉം 2ഉം തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ, ക്രാങ്ക് ആംഗിൾ 60 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാസ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ലൈന് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ലൈന് വരയ്ക്കുക. അപ്പോൾ ഞാൻ സ്കെയിലിൽ ജസ്റ്റ് ഒരു തിന്നായിട്ട് ഒരു ലൈന് ഡ്രോ ചെയ്തു. ഓക്കെ,
ഈ തിൻ ലൈൻ ഡ്രോ ചെയ്തതിന് ശേഷം 60 ഡിഗ്രി എടുത്തിട്ട് ക്രാങ്ക് വരയ്ക്കുകയാണ് 0.48 മീറ്റർ. ഓക്കെ, ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു, 60 ഡിഗ്രി മാർക്ക് ചെയ്യുകയാണ്. 60 ഡിഗ്രി. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് 60 ഡിഗ്രി മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് 0.48 മീറ്റർ എന്നുള്ള പ്രൊപ്പോർഷനിൽ എനിക്കൊരു ലൈന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലൈന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് നമ്മുടെ ഡയമെൻഷൻസ് പറഞ്ഞാൽ ഒന്ന് 0.48 ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് 1.6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 0.48നെ നമ്മൾ ഇപ്പോൾ സെന്റിമീറ്റർ സ്കെയിലിലൂടെ ഒരു സ്കെയിൽ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 0.1 mm 1 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0.48ന് നമുക്ക് 4.8 സെന്റിമീറ്റർ നമുക്ക് വരയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ 1.6, അതായത് കണക്ടിംഗ് റോഡിന്റെ ലെങ്ത് നമുക്ക് വരക്കേണ്ടത് 16 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 16 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഇവിടുത്തെ സ്പേസ് നമ്മൾ നോക്കുമ്പോൾ വളരെ കുറവ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പേസ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ സ്കെയിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 0.48 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് 2.4, അതായത് 4.8 സെന്റിമീറ്ററിന്റെ നേരെ പകുതി 2.4 സെന്റിമീറ്ററിൽ ഒരു ലൈന് പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, 2.4 സെന്റിമീറ്ററിൽ ഒരു ലൈന് പ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 2.4 സെന്റിമീറ്ററിൽ ഒരു ലൈന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2.4 സെന്റിമീറ്ററിൽ ലൈന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു 2.4 സെന്റിമീറ്റർ കറസ്പോണ്ടിങ് ടു 0.48 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സ്കെയിൽ എന്താണെന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. സ്കെയിൽ ഈസ് ഈക്വൽ ടു നമ്മൾ എടുത്തിട്ടുള്ള സ്കെയില് എത്രയാണ്? നമ്മൾ എടുത്തിട്ടുള്ള സ്കെയില് 0.48 മീറ്ററിനെ, അതായത് 0.1 മീറ്ററിനെ നമ്മൾ 0.5 സെന്റിമീറ്റർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. 0.1 മീറ്ററിനെ 0.5 സെന്റിമീറ്റർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സ്കെയില് 0.1 മീറ്റർ ഇസ് ഈക്വൽ ടു അടുത്തത് നമുക്ക് കണക്റ്റിംഗ് റോഡ് പ്ലോട്ട് ചെയ്യണം. അപ്പൊ അടുത്ത കണക്റ്റിംഗ് റോഡ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗിവൺ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ, കണക്റ്റിംഗ് റോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.6 മീറ്റർ ആണ്. 1.6 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കെയിലോട്ട്, അതായത് 0.1 മീറ്റർ ഇസ് ഈക്വൽ ടു 0.5 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.6 മീറ്റർ എന്നുള്ളത് എത്ര വരും? 8 സെന്റിമീറ്റർ എന്ന് വരും. അതായത് 16ന്റെ പകുതി, 1.6 എന്ന് പറഞ്ഞാൽ 16ന്റെ പകുതി വരും. 8 സെന്റിമീറ്റർ എന്ന് പറയും. അപ്പോൾ ഞാൻ 8 സെന്റിമീറ്ററിൽ കോമ്പസിൽ എടുത്തിട്ട് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് കോമ്പസിൽ 8 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് കണക്റ്റിംഗ് റോഡ് നമ്മളിപ്പോൾ നേരത്തെ വരച്ച പാരലൽ ലൈനിൽ ഒരു ലൈന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്രാങ്ക് പ്ലോട്ട് ചെയ്തു, കണക്റ്റിംഗ് റോഡ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? സ്ലൈഡർ വരക്കണം. ഇപ്പോൾ സ്ലൈഡർ നമുക്കറിയാം, കണക്റ്റിംഗ് റോഡിന്റെ ഈ എൻഡിലാണ് സ്ലൈഡർ പ്ലോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ലൈഡറിന് പ്രത്യേകിച്ച് ഒരു ലെങ്തോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ റഫായിട്ട് ഒരു റെക്ടാങ്കുലർ ബോക്സ്, ചെറിയൊരു റെക്ടാങ്കുലർ ബോക്സ് ഇവിടെ പ്ലേസ് ചെയ്താൽ മതി. ഇപ്പോൾ റഫായിട്ട് ഒരു ചെറിയൊരു റെക്ടാങ്കുലർ ബോക്സ് ഇവിടെ വരയ്ക്കുക.
എന്നിട്ട് ഞാൻ ഇതിന്റെ ഓരോ എൻസ് ഞാൻ മാർക്ക് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുകയാണ്. OAB എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുകയാണ്. O എന്ന് പറഞ്ഞ പോയിന്റ്, A എന്ന് പറഞ്ഞ പോയിന്റ്, അതുപോലെ തന്നെ കണക്ടിങ് റോഡുമായിട്ട് സ്ലൈഡറും കണക്ടിങ് റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ പോയിന്റ് B ആണ്. അതുപോലെ തന്നെ ഈ സ്ലൈഡറിന്റെ താഴെ പോർഷൻ ഫിക്സ്ഡ് ആയിരിക്കും. ഈ പോയിന്റിന് നമുക്ക് C എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഈ കണക്ടിങ് റോഡ് സ്ലൈഡറും തമ്മിലുണ്ടാവുന്ന ജോയിന്റ് ആണ് B എന്ന് പറഞ്ഞ പോയിന്റ്. അതിന്റെ താഴെയുള്ള പോർഷനാണ് C എന്ന് പറയുന്ന പോയിന്റ്. അതുപോലെ തന്നെ ഈ ക്രാങ്കിന്റെ ഫിക്സ്ഡ് എൻഡ് ആണ് O എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആ ഫിക്സ്ഡ് എൻഡ് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ആ ഒരു എൻഡ് ഫിക്സ്ഡ് എൻഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ OABC എന്നുള്ള നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന നൊട്ടേഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് സ്പേസ് ഡയഗ്രാം ആണ്, അതുകൊണ്ട് ഇതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നൊട്ടേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്ത നമുക്ക് വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ക്രാങ്കിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒരു 4 ബാർ മെക്കാനിസം ആണെങ്കിലും സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണെങ്കിലും ആദ്യം നമ്മൾ ഇൻപുട്ട് ലിങ്കിന്റെ വെലോസിറ്റി ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിന്റെ ഇൻപുട്ട് ലിങ്ക് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ആണ്. അപ്പോൾ ക്രാങ്കിന്റെ വെലോസിറ്റി ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ക്രാങ്കിന്റെ വെലോസിറ്റി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് റിമൈനിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വെലോസിറ്റി ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഏകദേശം ഈ ഒരു സൈഡിൽ ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സൈഡിലോട്ടാണ് ഫിഗർ വരിക എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ട്. കാരണം നമുക്കറിയാം OAയുടെ ഡയറക്ഷൻ ഈ ഒരു സൈഡിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു കൺവീനിയന്റ് രീതിയിൽ നമ്മൾ ഒരു പോയിന്റ് ചൂസ് ചെയ്തു. ഈ പോയിന്റിന് നമുക്ക് ഫിക്സ്ഡ് പോയിന്റ്സ് ഏതൊക്കെയുള്ളത് ആ പോയിന്റ്സ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്പേസ് ഡയഗ്രത്തിൽ ഫിക്സ്ഡ് പോയിന്റ്സ് ആയിട്ടുള്ളത് ഒന്ന് O എന്ന് പറഞ്ഞ പോയിന്റും C എന്ന് പറഞ്ഞ പോയിന്റുമാണ്. അപ്പോൾ ഞാൻ O,C എന്ന് പറഞ്ഞ മാർക്കിംഗ് കൊടുത്തു. O,C എന്ന് പറഞ്ഞ മാർക്കിംഗ് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ ഈ O,C എന്ന് പറഞ്ഞ മാർക്കിംഗ് കൊടുക്കാൻ കാരണം നമുക്കറിയാം ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ വെലോസിറ്റി എന്നാണ് മീനിങ്. അതായത് ഫിക്സ്ഡ് പോയിന്റ് പറഞ്ഞാൽ അത് മൂവ്മെന്റ് ഉണ്ടാവില്ല. മൂവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഡയഗ്രത്തിൽ 0 ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി ഡയഗ്രത്തിൽ കാണിക്കുന്ന എല്ലാ ഡിസ്റ്റൻസും അതിന്റെ വെലോസിറ്റീസ് ആയിരിക്കും. അപ്പോൾ O എന്ന് പറഞ്ഞാൽ OC ഡിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ Oയിലും Cയിലും വെലോസിറ്റി ഇല്ല, അതായത് ഫിക്സ്ഡ് ആണ് എന്നാണ് മീനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിക്സ്ഡ് പോയിന്റ്സിനെല്ലാം ഒരു പോയിന്റ് ആയിട്ട് വെലോസിറ്റി ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം. കാരണം ഫിക്സ്ഡ് പോയിന്റ്സ് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി 0 ആയതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് O,C ഒരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ദെൻ ക്രാങ്ക് OA എടുക്കുക കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ഓഫ് OA പ്ലോട്ട് ചെയ്യാണ്. അതിനുള്ള മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, 9.6 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു OA ആണ്. ഈ ഏത് സൈഡിലോട്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് കണ്ടീഷനാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പെർപെൻഡിക്കുലർ ടു OA എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ പെർപെൻഡിക്കുലർ ടു OA എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ലൈന് പാരലായിട്ട് പിടിച്ചിട്ട് ആ ഒരു ലൈനിൽ പാരലായിട്ട് പിടിച്ചിട്ട് ഞാൻ ജസ്റ്റ് Oയിലോട്ട് വെച്ചു. ഇനി OA വരയ്ക്കുകയാണ്. OAയിൽ ഒരു പോയിന്റ് ആണ് O. ഇനി A ആണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ A ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം OAയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 9.6 ആണ്. ഇപ്പോൾ ഇവിടെ നിന്ന് 9.6 പ്ലോട്ട് ചെയ്യാണ്. ഇപ്പോൾ 9.6 എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു വലിയൊരു സ്പേസ് വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി ഡയഗ്രാം വേറൊരു സ്കെയിലിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി സ്പേസ് ഡയഗ്രാം ഒരു സ്കെയിലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സെയിം സ്കെയിലിൽ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല വെലോസിറ്റി ഡയഗ്രാം. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കെയിലിൽ ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് രണ്ടിന്റെ സ്കെയിലുകൾ ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ 9.6 പ്ലോട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ നേരെ പകുതിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. 9.6 മീറ്റർ പെർ സെക്കൻഡിന് നേരെ പകുതിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം 4.8 വരും. അപ്പോൾ 4.8 ആണ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്.
4.8 ഞാൻ പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 4.8 പ്ലോട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ കിട്ടിയത് ഈ പോയിന്റാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്, സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്ത സ്കെയിൽ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. സ്കെയില് മാർക്ക് ചെയ്ത് വെക്കാം. സ്കെയില് നമ്മൾ ചൂസ് ചെയ്ത സ്കെയില് എന്ന് പറഞ്ഞത് 1 meter per second is equal to 0.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ സ്കെയിലാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1 meter per second is equal to 0.5 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ സ്കെയിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കെയിൽ എപ്പോഴും സൈഡിൽ എഴുതി വെക്കുക, ഓരോ ഡയഗ്രത്തിന്റെ സ്കെയിൽ എഴുതി വെക്കുക. അത് നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞ പോയിന്റ് ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് എന്ത് ചെയ്യണം? AB എന്ന് പറഞ്ഞ ലിങ്ക് അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് എനിക്ക് ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ AB എന്ന് പറഞ്ഞ പോയിന്റ് വെലോസിറ്റി ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ വെലോസിറ്റി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയണം. അപ്പോൾ AB എന്ന് പറഞ്ഞ ലിങ്കിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിഞ്ഞാൽ മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ലൈന് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ OA എന്ന് പറഞ്ഞ ലിങ്കിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തത് എങ്ങനെയാണ്? ω/OA × OA എന്ന് പറഞ്ഞ കേസിലാണ്. അപ്പോൾ AB എന്ന് പറഞ്ഞ ലിങ്ക് അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ω/AB എന്ന് പറഞ്ഞ പാരാമീറ്റർ അറിഞ്ഞാൽ മാത്രമേ ω/AB × AB എന്നുള്ള രീതിയിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് AB നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യനിൽ ABയുടെ അല്ലെങ്കിൽ ഇൻപുട്ട് ലിങ്ക് അല്ലാത്ത പാരാമീറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ക്രാങ്ക് അല്ലാത്ത പാരാമീറ്റേഴ്സിന്റെ ആംഗുലാർ വെലോസിറ്റീസ് ഗിവൺ ആയിരിക്കില്ല. ഒരു ലിങ്കിന്റെ ആംഗുലാർ വെലോസിറ്റി മാത്രമേ ഗിവൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് AB എന്ന ലിങ്കിന്റെ അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡിന്റെ ഡയറക്ഷൻ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു AB എന്ന് പറഞ്ഞ ലിങ്ക്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് AB എന്ന് പറഞ്ഞ ലിങ്കിന് ഒരു പെർപെൻഡിക്കുലർ ലൈന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ലൈന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ജസ്റ്റ് പെർപെൻഡിക്കുലർ ലൈന് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വിടാം. ഞാൻ ഒരു പെർപെൻഡിക്കുലർ ലൈന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ AB എന്ന് പറഞ്ഞ ലിങ്ക് ഈ ഒരു ലിങ്കിന്റെ അപ്പ് സൈഡിലോട്ടും നമുക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡൗൺ സൈഡിലോട്ടും നമുക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, AB ലിങ്കിന്റെ ഡയറക്ഷൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അപ്പ് സൈഡിലോട്ടും ആവാം ഡൗൺ സൈഡിലോട്ടും ആവാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയില്ല ഏത് ഡയറക്ഷനിലാണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 ഡയറക്ഷനിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. നമുക്ക് ഒരു പാരാമീറ്റർ മാത്രമേ അറിയുള്ളൂ. AB എന്ന് പറഞ്ഞ ലിങ്കിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ലിങ്കിന് പെർപെൻഡിക്കുലർ ആണെന്നുള്ള പാരാമീറ്റർ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു പാരാമീറ്റർ ഞാൻ അപ്പ് സൈഡിലോട്ടും ഡൗൺ സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച കഴിഞ്ഞാൽ നമുക്ക് ഈ AB എന്ന് പറഞ്ഞ വെലോസിറ്റി ഇവിടെ പ്ലോട്ട് ചെയ്യണം, വെലോസിറ്റി ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ലൈനിന് പാരലൽ ആയിട്ട് ലൈന് ക്രിയേറ്റ് ചെയ്തിട്ട് AB ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. AB പറഞ്ഞ ലൈനിലെ ഒരു പോയിന്റ് ആണ് A എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ആയിട്ട്. അപ്പോൾ ഇനി എനിക്ക് B ആണ് ഇതിൽ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ Aയിൽ നിന്ന് B ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വരച്ച പാരലൽ ലൈനിന് പെർപെൻഡിക്കുലർ ലൈനിന് പാരലൽ ലൈന് എന്നുള്ള രീതിയിൽ Aയിൽ നിന്ന് ഒരു ലൈന് വരക്കുക. അപ്പോൾ നേരത്തെ കേസ് പോലെ തന്നെ Aയിൽ നിന്ന് താഴെ പോർഷനിലാവാം B, മുകളിലോട്ടാവാം. നമുക്കറിയാം പെർപെൻഡിക്കുലർ ടു AB ആണ്. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ നോക്കിയിട്ട് Aയിൽ നിന്ന് ഒന്നെങ്കിൽ താഴോട്ടേക്കാകാം മുകളിലോട്ടാകാം എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ആ ലൈനിനെ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. Aയിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇത് തിന്നായിട്ട് വരച്ചാൽ മതി. നമ്മുടെ ഫൈനൽ ഫിഗർ ഇതല്ല.
അപ്പോൾ ഞാൻ ജസ്റ്റ് തിന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടുത്ത ലിങ്ക് പറഞ്ഞാൽ സ്ലൈഡർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും സ്ലൈഡർ ആണ്. സ്ലൈഡർ എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് അബൌട്ട് ആൻ ആക്സിസ് ആണ്. ഇപ്പോൾ സ്ലൈഡറിന്റെ പ്രത്യേകത പറഞ്ഞാൽ സ്ലൈഡറിന്റെ വെലോസിറ്റി ഡയറക്ഷൻ പറഞ്ഞാൽ ലീനിയർ ആയിരിക്കും. ഓക്കെ, ഈ സ്ലൈഡിങ് ആക്സിസിന് പാരലൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ റഫറൻസ് ആയിട്ട് വരച്ച ലൈനിന് പാരലൽ ആയിരിക്കും സ്ലൈഡറിന്റെ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. മാഗ്നിറ്റ്യൂഡ് എത്രയാന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓൾറെഡി അറിയാം. ബി സിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ സ്ലൈഡറിന് ആക്സിസിന് പാരലൽ ആയിരിക്കും. സോ നമ്മൾ ബി സി ആണ് അടുത്തത് വരയ്ക്കേണ്ടത്. ബി എന്ന് പറഞ്ഞ സ്ലൈഡർ പോയിന്റിന്റെ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ആക്സിസ് പോയിന്റ് ഇവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്സിസ് പോയിന്റിന് പാരലൽ ആയിട്ട് ഫ്രം ഒ സിയിൽ നിന്ന് സിയിൽ നിന്ന് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ സിയിൽ നിന്ന് സിയിൽ നിന്ന് നമ്മൾ പാരലായിട്ട് വരച്ച ലൈനും, അതായത് സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്ന ആക്സിസിന് പാരലായിട്ട്, അതായത് ബി എന്ന് പറഞ്ഞ ആ ലൈന് ലൈനിന് പാരലായിട്ട് വരച്ച ലൈനും, നമ്മളിവിടെ വരച്ച പാരലായിട്ട് വരച്ച ഈ ലൈനും, അതുപോലെ തന്നെ എ ബി വരയ്ക്കാൻ വേണ്ടി നമ്മൾ വരച്ച ലൈനും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇന്റർസെക്ട് ചെയ്യും. ആ പോയിന്റാണ് ഈ ഒരു പോയിന്റ്. ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ബി എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. നമുക്കറിയാം സ്പേസ് ഡയഗ്രത്തിൽ OABC ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെലോസിറ്റി ഡയഗ്രത്തിൽ വരക്കുന്ന പോയിന്റ്സ് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടി. സ്പേസ് ഡയഗ്രത്തിലെ കംപ്ലീറ്റ് പോയിന്റ്സ് കിട്ടി. O,A,B,C എന്ന് പറഞ്ഞ പോയിന്റ്സ് കിട്ടി. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. ആ ട്രയാങ്കിൾ എന്ത് ചെയ്യുക, തിക്കായിട്ട് വരയ്ക്കുക. നിങ്ങൾ മറ്റു ലൈൻസൊക്കെ, എക്സ്ട്രാ വരച്ച ലൈൻസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമുക്ക് ആവശ്യമുള്ള ലൈന് മാത്രം പ്ലോട്ട് ചെയ്യുക. സ്പേസ് ഡയഗ്രത്തിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് കുറച്ച് ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൈൻസിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്പേസ് ഡയഗ്രം മാത്രം മതി. ഇതൊക്കെ നമുക്ക് പാരലൽ ലൈൻസും പെർപെൻഡിക്കുലർ ലൈൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് വരച്ച ലൈൻസ് ആണ്. അപ്പോൾ ഈ ലൈൻസ് എല്ലാം മായ്ച്ചു കളയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയഗ്രാം ഏകദേശം കംപ്ലീറ്റ് ആയി. OABC എന്ന് പറഞ്ഞ വെലോസിറ്റി ഡയഗ്രാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിന് നമുക്ക് എഴുതാം വെലോസിറ്റി ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാമാണ് വെലോസിറ്റി ഡയഗ്രാം ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ടത് വെലോസിറ്റി ഓഫ് ദ സ്ലൈഡർ. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ സ്ലൈഡർ ആണ് നമുക്ക് കാണേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വെലോസിറ്റി ഓഫ് സ്ലൈഡർ എന്ന് പറഞ്ഞാൽ, സ്ലൈഡർ എന്ന് പറഞ്ഞ പോയിന്റ്, സ്ലൈഡർ ഇരിക്കുന്ന പോയിന്റ് എന്താണ്? ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പോൾ വെലോസിറ്റി അറ്റ് ദ പോയിന്റ് ബി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് സ്ലൈഡർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി അറ്റ് ദ പോയിന്റ് ബി കാണുക. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു പോയിന്റ്, വെലോസിറ്റി ഡയഗ്രത്തിന്റെ ഒരു പോയിന്റിലെ വെലോസിറ്റി ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് സ്ലൈഡർ കാണണമെങ്കിൽ ബി എന്ന് പറഞ്ഞ പോയിന്റിലെ വെലോസിറ്റി കണ്ടാൽ മതി. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും? OB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. OB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഞാനിവിടെ എഴുതുന്നുണ്ട്. VB is equal to distance OB, small OB
അപ്പോൾ OB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഏകദേശം 4.8 സെന്റിമീറ്റർ ആണ്. OB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം കിട്ടുന്നത് 4.8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 4.8 സെന്റിമീറ്റർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എഴുതാൻ പറ്റില്ല. 4.8 എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. 0.5 സെന്റിമീറ്റർ പറഞ്ഞാൽ 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 0.5 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതായത് ഇരട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4.8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ 9.6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന VBയുടെ വാല്യൂ ഏകദേശം 9.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നമ്മൾ ഈ സ്കെയില് നമുക്ക് തിരിച്ച് ചെയ്തിട്ട് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാഫിന് 1 എന്നുള്ള രീതിയിൽ കൊടുത്തത്. അപ്പോൾ ഹാഫ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആ കേസിലാണെങ്കിൽ 4.8 എന്ന് പറയുമ്പോൾ 9.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ VB ഐഡന്റിഫൈ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെലോസിറ്റി ഓഫ് പോയിന്റ് E ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് 450 mm ഓൺ ദ കണക്ടിംഗ് റോഡ് എക്സ്റ്റെൻഡഡ്. അപ്പോൾ വെലോസിറ്റി ഓഫ് പോയിന്റ് E ആണ്. ഇയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്. ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് 450 mm ഓൺ ദ കണക്ടിംഗ് റോഡ് എക്സ്റ്റെൻഡഡ്. ഇപ്പോൾ കണക്ടിംഗ് റോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷനിൽ 450 mm E എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ E എന്ന് പറഞ്ഞ പോയിന്റ് കണക്ടിംഗ് റോഡിലാണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ഫിഗറിലെ കണക്ടിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ AB എന്ന് പറഞ്ഞ ലിങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഈ AB എന്ന് പറഞ്ഞ ലിങ്ക് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്ലൈഡറിന്റെ പൊസിഷനിലോട്ടല്ല എക്സ്റ്റെൻഡ് ചെയ്യുക, അതിന്റെ ഓപ്പോസിറ്റ് A എന്ന് പറഞ്ഞ പൊസിഷനാണ് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ലെങ്ത് എന്ന് പറഞ്ഞാൽ 450 mm എക്സ്റ്റെൻഡ് ചെയ്ത്. 450 mm എന്ന് പറയുമ്പോൾ 0.45 മീറ്റർ ആണ്. അപ്പോൾ 0.45 മീറ്റർ ആണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ഡയഗ്രാം വരച്ചത് സ്കെയില് 0.1 മീറ്റർ ഈസ് ഈക്വൽ ടു 0.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 0.45 മീറ്റർ എന്ന് പറഞ്ഞത് ഏകദേശം എത്ര വരക്കേണ്ടി വരും? ഏകദേശം അതിന്റെ ഹാഫ് പോർഷൻ ആണ് വരക്കേണ്ടത്. 4.5ന്റെ ഹാഫ് ആണ് വരക്കേണ്ടത്. ഓക്കെ, 2.25 സെന്റിമീറ്റർ ആണ് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കേസിൽ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുക. 2.25. ഇവിടുന്ന് 2.25 എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു ലൈനാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. AB എന്ന് പറഞ്ഞ ലൈനാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഈ പോയിന്റ് ആണ് എന്ത്? E എന്ന് പറഞ്ഞ പോയിന്റ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. E എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്യാപിറ്റൽ E ഇൻ ദ സ്പേസ് ഡയഗ്രാം നമുക്ക് വെലോസിറ്റി ഡയഗ്രത്തിലോട്ട് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക. A എന്ന് പറഞ്ഞ ഈ സ്പേസ് ഡയഗ്രത്തിലെ A എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. AB എന്ന് പറഞ്ഞ ലൈനിന്റെ A എന്ന് പറഞ്ഞ പോയിന്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വെലോസിറ്റി ഡയഗ്രത്തിലെ AB എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇതിലെ A എന്ന് പറഞ്ഞ പോർഷൻ ആയിരിക്കും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഡയറക്ഷനിലാണ് E വരിക എന്നുള്ള ഒരു ഐഡിയ ആദ്യം ഉണ്ടാക്കി വെക്കുക. ഇതിൽ ഏത് ഡയറക്ഷനിലാണോ E വന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഈ സ്പേസ് വെലോസിറ്റി ഡയഗ്രത്തിലും വരിക. ഓക്കെ, അപ്പോൾ സ്പേസ് ഡയഗ്രത്തിന്റെ ആ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈയുടെ ലൊക്കേഷൻ എങ്ങനെയാണ് സ്പേസ് ഡയഗ്രത്തിൽ. അപ്പോൾ അതായത് A എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ്, AB ലൈനിലെ A എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് പാരലൽ ടു AB ലൈൻ എന്നുള്ള രീതിയിലാണ് ഈ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ മാർക്ക് ചെയ്യേണ്ട വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ 3 പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ EAB ഈ ലൈനിലെ 3 പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ E, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B ഈ ലൈനിനെ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും വെലോസിറ്റി ഡയഗ്രത്തിലും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് E, A, B, ക്യാപിറ്റൽ E, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B എന്നുള്ള 3 പോയിന്റ്സ് എടുക്കുക. കണക്ടിംഗ് റോഡിലെ ക്യാപിറ്റൽ E, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B 3 ലൈൻസ് എടുക്കുക. സിമിലർലി
നമുക്കറിയാം വെലോസിറ്റി ഡയഗ്രത്തിലെ ക്യാപിറ്റൽ എ കോമ ക്യാപിറ്റൽ ബി കോമ സ്മോൾ ഇ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. ഈ 3 പോയിന്റ്സ് ഞാൻ എടുത്തു. വെലോസിറ്റി ഡയഗ്രത്തിലെ 3 പോയിന്റ്സ് എടുത്തു. ഞാനൊരു റേഷ്യോ ക്രിയേറ്റ് ചെയ്തു. EA ഡിവൈഡ് ബൈ AB is equal to എന്തായിരിക്കും? EA ഡിവൈഡ് ബൈ സെയിം റേഷ്യോ തന്നെ ആയിരിക്കും. EA ഡിവൈഡ് ബൈ AB. EA divided by AB. EA divided by AB. ഇപ്പോൾ ഈ ഒരു റേഷ്യോയിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? EA ഫൈൻഡ് ചെയ്യാം. EA ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ EA കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? സ്മോൾ EA is equal to ക്യാപിറ്റൽ EA ഡിവൈഡ് ബൈ AB ഇൻറ്റു സ്മോൾ ലെറ്റർ AB. അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് EA ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു റേഷ്യോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു EAB അതുപോലെ തന്നെ EAB എന്ന് പറഞ്ഞ വെലോസിറ്റി ഡയഗ്രത്തിലെ പോയിന്റ്സ് ഇത് തമ്മിൽ റേഷ്യോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ റേഷ്യോ ക്രിയേറ്റ് ചെയ്യാം? അപ്പൊ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ലിങ്കിന്റെ ലെങ്ത് ആയിരിക്കണം. ഇവിടുത്തെ കറസ്പോണ്ടിങ് ലിങ്ക് പറഞ്ഞാൽ AB ആണ്. ജനറൽ ലിങ്ക് പറഞ്ഞാൽ AB ആണ്. അപ്പൊ ഈ റേഷ്യോയിലുള്ള ഒരു പാരാമീറ്റർ എന്തായാലും AB ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത ഒരു പാരാമീറ്റർ നമ്മൾ AB ആയിരിക്കണം. ആ കറസ്പോണ്ടിങ് ലിങ്ക് ആയിരിക്കണം. മറ്റു പാരാമീറ്റർ നമുക്ക് എങ്ങനെ എടുക്കാം? അപ്പൊ EAക്ക് പകരം എനിക്ക് EB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുത്താലും എനിക്ക് ഫൈനൽ ആൻസർ കിട്ടും. EB ഡിവൈഡ് ബൈ AB ഈസ് ഈക്വൽ ടു EB ഡിവൈഡ് ബൈ AB. അപ്പൊ അതിൽ ഈ ഒരു റേഷ്യോയിലെ ഒരു പാരാമീറ്റർ അത് ഇൻക്ലൂഡ് ചെയ്ത ആ ലിങ്ക്, കണക്ടിംഗ് റോഡ് ഇൻക്ലൂഡ് ചെയ്ത ആ ലിങ്ക് AB എന്ന് പറഞ്ഞ മെയിൻ ലിങ്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പൊ EA ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം, EA ക്യാപിറ്റൽ EA എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എത്രയാണ്? 0.45 മീറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ AB എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം കണക്ടിംഗ് റോഡിന്റെ ഡിസ്റ്റൻസ് ആണ്. ഇത് 1.6 മീറ്റർ ആണ്. ഓക്കെ, ഇൻറ്റു മീറ്റേഴ്സിലുള്ള വാല്യൂസ് ആണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സ്മോൾ AB എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡയഗ്രത്തിലെ AB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് വെലോസിറ്റി ഡയഗ്രത്തിലെ AB ഡിസ്റ്റൻസ് ജസ്റ്റ് മെഷർ ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം 2.6 ആണ് കിട്ടുക. 2.6 എന്ന് പറയുമ്പോൾ ഞാൻ സ്കെയില് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു 0.5. ഇപ്പോൾ 2.6നെ ഞാൻ ഇരട്ടി ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇരട്ടി ചെയ്യണം. അപ്പോൾ 5.2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം, AB is equal to 5.2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ABയുടെ വാല്യൂ നമുക്ക് ഇവിടെ 2.6 ആണ് കിട്ടിയത്. ഇപ്പോൾ AB മീറ്റർ പെർ സെക്കൻഡിലോട്ട് സ്കെയിൽ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 0.5 സെന്റിമീറ്റർ ആണ് എടുത്തത്. അപ്പോൾ 2.6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും? 5.2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഞാൻ EA എന്ന് പറഞ്ഞ പോർഷൻ വരച്ചു. EAയുടെ വാല്യൂ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറൌണ്ട് 1.48 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുക. അറൌണ്ട് 1.48 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, ഇപ്പൊ ഇതിൽ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഷ്യോ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ചൂസ് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ AB ആണ് നമ്മുടെ ലിങ്കിന്റെ മെയിൻ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു EABയിലെ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ ലിങ്ക് എന്ന് പറഞ്ഞാൽ AB എന്ന് പറഞ്ഞ ലിങ്കാണ്. അപ്പൊ ഇത് ഞാൻ കൺസിഡർ ചെയ്യാതെ വേറെ രീതിയിലൊരു റേഷ്യോ എടുത്തു. ഫോർ എക്സാമ്പിൾ ഞാൻ EA ഡിവൈഡ് ബൈ EB എന്ന് പറഞ്ഞൊരു കേസ് എടുത്തു. EA ഡിവൈഡ് ബൈ EB എന്ന് പറഞ്ഞ കേസ് എടുത്തു. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഡയഗ്രത്തിലെ EA നമുക്ക് അൺനോൺ ആയിരിക്കും, EB എന്ന് പറഞ്ഞ പോയിന്റ് അൺനോൺ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ റേഷ്യോ എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് നോൺ ആയിട്ട് വെലോസിറ്റി ഡയഗ്രത്തിലുള്ളത് AB മാത്രമേ ഉള്ളൂ. EABയിലെ ഒരു പാരാമീറ്റർ മാത്രമേ നോൺ ആയിട്ടുള്ളൂ. ആ പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുള്ളൂ. EAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി 1.48 എന്നുള്ള ഈ 1.48 മീറ്റർ പെർ സെക്കൻഡ് ABയിലെ A എന്ന് പറഞ്ഞ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വരക്കണം.
നമുക്കറിയാം 1.48 മീറ്റർ പെർ സെക്കൻഡ് ഇതിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് പകുതി ഇതിലോട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1.48ന്റെ നേർ പകുതി മാത്രമേ ഇവിടെ വരയ്ക്കാൻ പറ്റുള്ളൂ. 1.48ന്റെ നേർ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? ഏകദേശം 0.74. ഓക്കെ, 0.74 ആണ് വരിക. അപ്പോൾ 0.7 ഓൾമോസ്റ്റ് 0.7 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ പ്ലോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ AB എന്ന് പറഞ്ഞ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, 0.7 എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ പോയിന്റാണ് E എന്ന് പറഞ്ഞ പോയിന്റ്. സ്കെയില് നോക്കിയിട്ട് വേണം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1.48ന് സ്കെയില് നോക്കുക. 1 മീറ്റർ ആണെങ്കിൽ അതിന്റെ പകുതി ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 1.48ന്റെ പകുതിയാണ് നമ്മൾ സെന്റിമീറ്ററിലോട്ട് ഉള്ള രീതിയിൽ ഇതിൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഞാൻ വെലോസിറ്റി ഡയഗ്രത്തിൽ E ഫൈൻഡ് ചെയ്തു. നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വെലോസിറ്റി ഓഫ് പോയിന്റ് E ആണ്. E എന്ന് പറഞ്ഞ പോയിന്റിലെ വെലോസിറ്റി ആണ് കാണേണ്ടത്. അപ്പോൾ വെലോസിറ്റി ഓഫ് പോയിന്റ് E എന്ന് പറഞ്ഞാൽ ഇയും ഫിക്സ്ഡ് പോയിന്റ് തമ്മിലുള്ള വെലോസിറ്റിയാണ്. ഫിക്സ്ഡ് പോയിന്റ് നമുക്കറിയാം O, C ആണ്, നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തതാണ്. അപ്പോൾ ഫിക്സ്ഡ് പോയിന്റും ഇയും തമ്മിലുള്ള ഒരു ലൈന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ സ്പേസ് ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാത്തൊരു ലൈനാണ് O, C. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമുക്ക് ജസ്റ്റ് വെലോസിറ്റി കാണാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലൈനാണ്. അതുകൊണ്ട് നമ്മൾ ഡോട്ടർ ലൈനായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഡോട്ടർ ലൈനായിട്ട് മാർക്ക് ചെയ്യുക. ഇതാണ് OE എന്ന് പറഞ്ഞ പോയിന്റ്. ഇതാണ് E എന്ന് പറഞ്ഞ പോയിന്റ്. ഇപ്പോൾ ഇവിടെ OE എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടി. ഈ OE എന്ന് പറഞ്ഞ പോയിന്റ് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് ഏകദേശം കിട്ടുന്നത് 5.1 ആണ്. 5.1 എന്ന് പറയുമ്പോൾ നമുക്ക് സ്കെയില് തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇരട്ടിയായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ OE എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമുക്കറിയാം, സ്കെയില് തിരിച്ച് ചെയ്യുമ്പോൾ 5.1ന്റെ ഇരട്ടിയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 10.2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 5.1ന്റെ നേരെ ഇരട്ടി വാല്യൂ എഴുതി കൊടുക്കുക, 10.2 മീറ്റർ പെർ സെക്കൻഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇരട്ടി എഴുതാൻ കാരണം? സ്കെയിലുണ്ട്, അത് നമ്മൾ തിരിച്ച് ചെയ്തതാണ്. ഓക്കെ, OE എന്ന് പറഞ്ഞ വാല്യൂ 10.2 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് വെലോസിറ്റി അറ്റ് ദ പോയിന്റ് E എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് അത് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് പോയിന്റ് F ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് position and velocity of a point F on the connecting road having least absolute velocity. F എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അത് കണക്റ്റിംഗ് റോഡ്, സ്പേസ് ഡയഗ്രത്തിലെ കണക്റ്റിംഗ് റോഡിൽ പൊസിഷൻ ചെയ്യണം. അതിന്റെ കണ്ടീഷൻ എന്താ? ലീസ്റ്റ് അബ്സല്യൂട്ട് വെലോസിറ്റി ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ലീസ്റ്റ് അബ്സല്യൂട്ട് വെലോസിറ്റി ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു AB ഇതാണ് കണക്റ്റിംഗ് റോഡ് പറഞ്ഞ ലിങ്ക്. AB എന്ന് പറഞ്ഞ ലിങ്കാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞ ലിങ്ക്. ഈ ലിങ്കിലാണ് F എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇവിടെ ഈ ഏത് പോയിന്റ് ആണ് ലീസ്റ്റ് അബ്സല്യൂട്ട് വെലോസിറ്റി ഉണ്ടാവുക? ലീസ്റ്റ് അബ്സല്യൂട്ട് വെലോസിറ്റി ഏത് പോയിന്റിനാണ് ഉണ്ടാവുക? ഏത് പോയിന്റ് ആണ് ഏറ്റവും അടുത്തായിട്ട് CU-ആയിട്ട് നിൽക്കുന്ന പോയിന്റ്, ആ പോയിന്റ് ആയിരിക്കും ലീസ്റ്റ് അബ്സല്യൂട്ട് വെലോസിറ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിന്റെ പെർപെൻഡിക്കുലർ, ഏത് പോയിന്റ് എന്നുള്ള പെർപെൻഡിക്കുലർ ആണോ CU-യിലൂടെ പാസ് ചെയ്ത് പോകുന്നത്, ആ ഒരു പോയിന്റ് ആയിരിക്കും ലീസ്റ്റ് അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് F എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പൊ AB എന്ന ലൈനിലെ ഏത് പോയിന്റിന്റെ പെർപെൻഡിക്കുലർ ആണോ ഫിക്സ്ഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്, ആ പോയിന്റ് ആയിരിക്കും ലീസ്റ്റ് അബ്സല്യൂട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ AB എന്ന ലൈനിലെ പെർപെൻഡിക്കുലേഴ്സ് ജസ്റ്റ് നോക്കുക, ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഏകദേശം വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റാണ് F എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് AB എന്ന ലൈനിലെ പെർപെൻഡിക്കുലർ CU-യിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് ഞാൻ ഏകദേശം ഐഡന്റിഫൈ ചെയ്തു. ഈ ഒരു പോയിന്റാണ് വരുന്നത്. ആ പോയിന്റിനെ ഞാൻ F എന്ന് മാർക്ക് ചെയ്തു. വെലോസിറ്റി ഡയഗ്രം ആയതുകൊണ്ട് സ്മോൾ ലെറ്ററിൽ മാർക്ക് ചെയ്തു. F-ലോട്ടുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് ദ പോയിന്റ് F കാണാൻ വേണ്ടി OF എന്ന് പറഞ്ഞ
ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ജസ്റ്റ് O to F കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് സ്പേസ് ഡയഗ്രത്തിൽ ഇല്ലാത്തൊരു പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, O to F എന്ന് പറഞ്ഞ പോയിന്റ് സ്പേസ് ഡയഗ്രത്തിൽ ഇല്ലാത്തതായിട്ട് ഞാൻ ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി ഈ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട ഈ F എന്ന് പറഞ്ഞ പോയിന്റ്, വെലോസിറ്റി ഡയഗ്രത്തിൽ ഈ F എന്ന് പറഞ്ഞ പോയിന്റ് സ്പേസ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഈ ഒരു ലൈനിലെ എല്ലാ പോയിന്റ്സും എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും സ്പേസ് ഡയഗ്രത്തിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, ഒരു റേഷ്യോ ക്രിയേറ്റ് ചെയ്യുക. റേഷ്യോയിൽ ഒരു ലിങ്ക്, ആ റേഷ്യോയിൽ ഒരു പാരാമീറ്റർ പറഞ്ഞാൽ കംപ്ലീറ്റ് ലിങ്ക് ലെങ്ത് ആയിരിക്കണം. അതായത് അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലിങ്കിന്റെ ലെങ്ത് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ AB പറഞ്ഞ ലിങ്കിലാണ് F ഉള്ളത്. അപ്പൊ ആ രീതിയിൽ ഒരു റേഷ്യോ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു റേഷ്യോ ABF എന്ന് പറഞ്ഞ 3 പോയിന്റ്സ് വെച്ചിട്ട് റേഷ്യോ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ക്യാപിറ്റൽ AB ഡിവൈഡ് ബൈ ക്യാപിറ്റൽ AF is equal to small ab divided by small AF. ക്യാപിറ്റൽ AF ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഇക്വേഷൻ റീചേഞ്ച് ചെയ്ത് എഴുതുക. ക്യാപിറ്റൽ AF is equal to ക്യാപിറ്റൽ AB divided by small ab into AF. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ AF ആണ്. ഓക്കെ, സ്മോൾ AF ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കുക, വെലോസിറ്റി ഡയഗ്രത്തിൽ നിന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്മോൾ AFന്റെ വാല്യൂ ഏകദേശം കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞത് 2.76 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, 2.76 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. AF ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2.76 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ AFന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.84 മീറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ 0.84 മീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ A-ന്ന് 0.84 മീറ്റർ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഞാനിവിടെ ഒരു സ്കെയിൽ പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. 0.1 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ 0.84 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ AF വരയ്ക്കുമ്പോൾ അതിന്റെ നേരെ പകുതി എടുത്താൽ മതി. 8.4ന്റെ നേരെ പകുതി എടുത്താൽ മതി, 4.2. അപ്പോൾ Aയിൽ നിന്ന് 4.2 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. Aയിൽ നിന്ന് 4.2 എടുത്തിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഏകദേശം ഈ ഒരു പൊസിഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് F എന്ന് പറഞ്ഞ പൊസിഷൻ. AF ആണ്. ഈ വാല്യൂ 4.2 സെന്റിമീറ്റർ ആണ്, അതായത് 0.84 മീറ്റർ ആണ്. അപ്പോൾ സ്കെയില് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് 4.2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് AFന്റെ വാല്യൂവും കിട്ടി, Fന്റെ പൊസിഷനും കിട്ടി. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് ദ പോയിന്റ് F കാണാൻ OF എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് Fലോട്ടുള്ള ഡിസ്റ്റൻസ് ചെയ്താൽ മതി. OF എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ പോയിന്റ് അതിന്റെ വാല്യൂ ഏകദേശം വരുന്നത് 9.4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 9.4 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. OFന്റെ വാല്യൂ 9.4 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡ്രോയിങ്ങിലുള്ളത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഫൈൻഡ് ചെയ്യാനുണ്ട്. ഒന്ന് ആംഗുലാർ വെലോസിറ്റി ആണ്. അതിൽ 4th ക്വസ്റ്റ്യൻ ആംഗുലാർ വെലോസിറ്റി ആണ്. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ കണക്ടിംഗ് റോഡ്. കണക്ടിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഏതാ ലിങ്ക്? AB എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ ഒമേഗ AB ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് ഒമേഗ AB ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം, നമ്മളിവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. OA is equal to ഒമേഗ OA into OA. അപ്പോൾ ഒമേഗ OA ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്മോൾ OA ഡിവൈഡ് ബൈ ക്യാപിറ്റൽ OA ചെയ്താൽ മതി. സിമിലർലി ഒമേഗ AB കാണണമെന്നുണ്ടെങ്കിൽ സ്മോൾ AB ഡിവൈഡ് ബൈ ക്യാപിറ്റൽ AB ഫൈൻഡ് ചെയ്താൽ മതി. സ്മോൾ AB പറഞ്ഞാൽ വെലോസിറ്റി ഡയഗ്രത്തിലെ AB ഡിസ്റ്റൻസ്, ക്യാപിറ്റൽ AB പറഞ്ഞാൽ സ്പേസ് ഡയഗ്രത്തിലെ AB ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ സ്മോൾ AB നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വാല്യൂ ഇവിടെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5.2. ഓക്കെ, ഇപ്പോൾ 5.2 ഡിവൈഡ് ബൈ AB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്ര? 1.6 മീറ്റർ ആണ്. ഇത് 5.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇത് 1.6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 3.2
റേഡിയൻ പെർ സെക്കൻഡ്, ആംഗുലാർ വെലോസിറ്റിയുടെ വാല്യൂ 3.2 റേഡിയൻ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, 3.2 റേഡിയൻ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വാല്യൂ കിട്ടും.